ഇപ്പോൾ അർജുന്റെ മൃതദേഹം കൈമാറുകയാണ് ബന്ധുക്കൾക്ക്. നേരത്തെ DNA പരിശോധനയിൽ മൃതദേഹം അർജുൻ്റേതാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ കാർവാറിൽ മൃതദേഹം അർജുൻ്റെ ബന്ധുക്കൾക്ക് കൈമാറുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഇനി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. നാളെ രാവിലെ കണ്ണാടിക്കലിലെ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നിലവിൽ ഈ മൃതദേഹം കൈമാറുകയാണ്. അത് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചതോടെയാണ് ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുന്നത്. നാളെ രാവിലെയോടെ മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലെ വസതിയിലേക്ക് എത്തിക്കും. DNA പരിശോധനയിലൂടെ മൃതദേഹം സ്ഥിരീകരിക്കേണ്ടതുണ്ടായിരുന്നു ആരുടേതാണ് എന്നത്. അത് തുടക്കത്തിൽ DNA പരിശോധന വേണ്ട എന്നൊരു നിലപാടിലേക്ക് ബന്ധുക്കൾ എത്തിയിരുന്നു. എന്നാൽ പിന്നീട് അത് നിയമ നടപടികളുടെ ഭാഗമാണ്, അത് നടത്തുന്നതാണ് ഉചിതം എന്നൊരു ഉപദേശം ലഭിച്ചതോടെ ബന്ധുക്കൾ അത് വേണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ DNA പരിശോധനയ്ക്കായി സാമ്പിൾ കഴിഞ്ഞ ദിവസം അയച്ചിരുന്നു. ഇന്നിപ്പോൾ ആ പരിശോധനാ ഫലം അല്പസമയം മുൻപാണ് വന്നത്. അതിൽ മൃതദേഹം അർജുൻ്റേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ ആ മൃതദേഹം കൈമാറുകയാണ്. അരുൺ പൂപ്പറമ്പ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ മൃതദേഹം ഇനി കൈമാറുന്നു, അതിനുശേഷം അത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണോ? ഏത് തരത്തിലേക്കാണ് അത്തരത്തിലേക്ക് നടപടികളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? അനുജ, നിലവിൽ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി കഴിഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്ന ആംബുലൻസിലേക്ക് ഇപ്പോൾ മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ഉടൻ തന്നെ ഇവിടുന്ന് കേരളത്തിലേക്കുള്ള യാത്ര ആരംഭിക്കും. ഇവിടുന്ന് കൃത്യം 6 മണിക്ക് തന്നെ ആ മൃതദേഹവുമായി കേരളത്തിലേക്ക് പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്നത്. അതേ സമയക്രമം പാലിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ യാത്ര തിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും അതോടൊപ്പം തന്നെ അർജുൻ്റെ സഹോദരനായിട്ടുള്ള അഭിജിത്തും ഈ ആശുപത്രിയിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം നിലവിൽ ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഉടൻ തന്നെ ഈ ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെടും. കർണാടക പോലീസിൻ്റെ അകമ്പടിയോടെയായിരിക്കും കേരളത്തിലേക്കുള്ള യാത്ര ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സതീഷ് കൃഷ്ണ സെയിൽ ഉൾപ്പെടെ കാർവാർ MLA ഉൾപ്പെടെ അനുഗമിക്കും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. അല്പസമയം മുമ്പാണ് ആ മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളത്. ഈ ആംബുലൻസ് ഉടൻ തന്നെ പുറപ്പെടും. അതിനുശേഷം ഏകദേശം ഒരു 10-11 മണിക്കൂർ എടുത്ത് കോഴിക്കോട്ടേക്ക് എത്തുക, ആ രീതിയിലാണ് നിലവിൽ ഇപ്പോൾ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെയോടെ കോഴിക്കോട്ടേക്ക് എത്തുന്ന രീതിയിലാണ് നിലവിൽ എന്തായാലും ഇതിൻ്റെ ഒരു ക്രമീകരണമുള്ളത്. നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഇന്ന് DNA ഫലം അത് 3 മണിയോടെ, ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് DNA ഫലം വന്നത്. ലോറിയിൽ കണ്ടെത്തിയിട്ടുള്ള മൃതദേഹം അർജുൻ്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. നേരത്തെ അർജുൻ്റെ സഹോദരൻ അഭിജിത്തിൻ്റെ സാമ്പിൾ, അർജുൻ്റെ സാമ്പിളും അതോടൊപ്പം തന്നെ അഭിജിത്തിൻ്റെ സാമ്പിളുമാണ് ഈ ഹുബള്ളിയിലുള്ള ഫോറൻസിക് ലാബിലേക്ക് അയച്ചത്. അതിൻ്റെ ഫലം 3 മണിയോടെ എത്തി. പിന്നീട് നേരത്തെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ചതാണ്. ആശുപത്രിയിലുള്ള മറ്റ് പോലീസിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നേരത്തെ സതീഷ് കൃഷ്ണ സെയിൽ കാർവാർ MLA നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കർണാടക സർക്കാരിൻ്റെ ഒരു സഹായധനം അവിടെ എത്തി നേരിട്ടെത്തി അർജുൻ്റെ അമ്മയ്ക്ക് കൈമാറും, 5 ലക്ഷം രൂപ സഹായധനം കൈമാറും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇനിയിപ്പോൾ നിമിഷങ്ങൾക്കകം തന്നെ ഈ ആംബുലൻസും അതോടൊപ്പം തന്നെ ഈ വാഹന വ്യൂഹം ഇവിടുന്ന് പുറപ്പെടും. രാവിലെയോടെ നിലവിൽ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് നിലവിൽ എന്തായാലും ഒരുക്കിയിട്ടുള്ളത്. എല്ലാ സജ്ജീകരണങ്ങളും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഏകോപിപ്പിച്ചിരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ ഈ DNA പരിശോധനാ ഫലം വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് മാത്രമായിരുന്നു അവശേഷിച്ചത്. ഇനിയിപ്പോൾ ഈ ആംബുലൻസ് ഉടൻ തന്നെ പുറപ്പെടും. കർണാടക പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കർണാടക പോലീസ് ആംബുലൻസിനെ അനുഗമിക്കും എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. നമുക്കറിയാം 72 ദിവസത്തിന് ശേഷമാണ് ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്നും അർജുനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അത് ഏറെ വലിയ കാത്തിരിപ്പിനൊടുവിലാണ് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനുശേഷം കേരളത്തിൻ്റെ ആകെ നോവായ വേദനക്കാഴ്ചയായ അർജുൻ്റെ മൃതദേഹവുമായി ഈ ആംബുലൻസ് ഉടൻ തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് പുറപ്പെടുകയാണ്. കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ചിൽ ഒരിടമുള്ള ഒരു പേരാണ് അർജുൻ എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനുഭവം അവർ പങ്കുവച്ചിട്ടുള്ള വികാരമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഈ യാത്ര അർജുൻ നിരവധി അതായത്
ഈ കാർവാറിലൂടെ ഉൾപ്പെടെ നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ യാത്ര അത്തരത്തിലൊരു യാത്രയിൽ ഒരു സങ്കട യാത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ആ സങ്കട യാത്രക്കാണ് ഇവിടെ തുടക്കമിടാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ സമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. CA റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് കർണാടക പോലീസ് അവിടെ നിന്ന് അനുഗമിക്കുന്നത്. അതായത് ഈ വാഹന വ്യൂഹത്തിനൊപ്പം അനുഗമിക്കുന്നത്. മറ്റ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരുന്നു. കാർവാർ MLA ഉൾപ്പെടെ ഇവിടെ എത്തി നമ്മോട് നേരത്തെ പ്രതികരിച്ചിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ ജിതിനെ ഉൾപ്പെടെ കാണാം. ജിതിനും അതോടൊപ്പം തന്നെ അർജുൻ്റെ സഹോദരനായിട്ടുള്ള അഭിജിത്തും ചേർന്നാണ് ആ മൃതദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ളത്.